ഹായ് ഫ്രണ്ട്സ്, ടോയ്ലറ്റിപ്പോൾ ആ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. റിച്ച് ഗേൾ കോൾഡ് CEO ആൻഡ് ഡോക്ടർ ആൻസം ബോയാണ് ഡോക്ടറാണ്. നമ്മൾ ഷുഗ പറഞ്ഞ ഒരു ഫേമസ് ഡോക്ടറാണ്. നമ്മൾ ഹീറോയിൻ ഇന്ത്യൻ ബിസിനസ്മാൻ ഗേൾ. ഷുഗ പറഞ്ഞ കൊറിയയിൽ ബിസിനസ്മാൻ്റെ മകനാണ് ഷുഗ. ഫസ്റ്റ് ഷുഗറിൻ്റെ ചേട്ടനാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. ഷുഗ മാത്രം ഹോസ്പിറ്റൽ റൺ ചെയ്യും, ബിസിനസ് നോക്കും. ഷുഗ ഹോസ്പിറ്റൽ ഷുഗറിൻ്റേതാണ്. നമുക്ക് സ്റ്റോറി പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഏയ് എന്താടി ചെയ്യാ എന്നെ പറഞ്ഞ ഒരു വോയിസ് കേൾക്കായിരുന്നു. എന്താടി ചെയ്യാ അർജുനായിരുന്നു. അർജുനോട് ഹീറോയിനെ വീട് ചേഞ്ച് ആയിരുന്നു. എന്തടി എന്ത് പറ്റി മീര എന്ത് പറ്റി? ഒന്നുമില്ല അർജുൻ. മീര എന്തടി പറ്റി? ഹീറോയിൻ്റെ പേര് മീര പറയാൻ തുടങ്ങി. പറഞ്ഞേക്ക് അർജുൻ, എനിക്ക് ബിസിനസ് നോക്കാൻ പറ്റില്ലടി. ബിസിനസ് എനിക്ക് നോക്കാൻ പറ്റില്ല. അച്ഛനക്ക് വേറെ പണിയില്ല, ബിസിനസ് നോക്കാൻ പറഞ്ഞ്. ഇപ്പം എനിക്ക് മാരേജ് ആലോചന വന്നിട്ടുണ്ട് മീര പറയായിരുന്നു. ഇത് കേട്ട അർജുൻ ഷോക്ക്. എന്താടി പറയണ? മാരേജാ? അതെടാ, ഞാൻ പറഞ്ഞ പോലെ ചെക്കനൊന്നും നോക്കില്ലേ അമ്മ. എല്ലാം വ്യത്യാസം പറയാം. ഇവൻ്റെ ഫോട്ടോ നോക്കൂ, നീ ചിരിക്കാറില്ല. അർജുൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടായിരുന്നു. മീര പറയുന്നത് കേട്ടിട്ട് അർജുൻ ഫോട്ടോ നോക്കി അർജുൻ വിളന്ന് ചിരിക്കാൻ തുടങ്ങിയായിരുന്നു. എന്തടി പ്രശ്നം? അനു വന്നായിരുന്നു. മീര എന്തടി പറ്റി? ഇവൻ്റെ പേര് എന്തടി ഫസ്റ്റ് എന്തടി ഡോക്ടറാണ്? എന്തടി ഇത്? ഇവൻ സെറ്റാകാ. എന്ത് കണ്ണടി വെച്ച് ഇവർ 4 പേര് എങ്ങനെ ഉണ്ടടി? ഓർമ്മയില്ല. ഒരു മിനിറ്റ്, ഇനി 4 ഫോട്ടോ കട്ടായിരുന്നു. മോശമില്ലടി, ഇവരത്രയില്ല. ഇവൻ്റെ പേര് രാജു. ഇവൻ്റെ വോയിസ് കേട്ടോ? എന്താ അങ്ങനെ രാജുവിൻ്റെ കാര്യം പറഞ്ഞത് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞത്. സെറ്റാവുള്ളടി, എനിക്കിവരില്ല. ഞാൻ പറഞ്ഞത് ഹാൻസം ആയിട്ടുണ്ടാവണം. എനിക്ക് പറഞ്ഞ എങ്ങനെ ഒരു ക്യൂട്ടായിട്ടെടുക്കണം, ഹാൻസം ആയിട്ട് എടുക്കണോ, കുറച്ച് കോൾഡ് എടുക്കണം. അതാണ് എൻ്റെ പറഞ്ഞ. ഈ അമ്മ പറഞ്ഞു ഒന്നും കേൾക്കില്ല എന്ന് പറയായിരുന്നു. മീര പറയായിരുന്നു. ഇത് കേട്ട് മീരേൻ്റെ അമ്മ അച്ഛൻ പറയായിരുന്നു. ശരി, ഓക്കെ, നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്ന് മീര പറയായിരുന്നു. അതെ മീര പറയുന്ന കേട്ടിട്ട് അതിനായിട്ട് അർജുൻ പറയാൻ തുടങ്ങി. നമ്മൾ ഒരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് നാളെ പോകുന്നുണ്ട്. എന്താ പറയുന്നത്? അതല്ല, നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ എന്തിനാ ഹോസ്പിറ്റൽ? എടാ മറന്നോടി, പറഞ്ഞക്ക് ഒരാൾ ഹോസ്പിറ്റലൊക്കെ അല്ല, മാരേജൊക്കെ പോകുന്നുള്ളതാ. നമുക്ക് സീനിയർക്ക് മാരേജാ എന്നാ പറയായിരുന്നു. അങ്ങനെയാണോ എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ, പോവാം എന്ന് പറയായിരുന്നു. സീനിയർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് മാരേജ് ഫംഗ്ഷനൊക്കെ ഹീറോയിൽ പോയിരുന്നു. അപ്പോൾ ഷുഗ ഉണ്ടായിരുന്നു. അത് ആറമ്മക്ക് മാരേജാണ്. ഉറക്കായിരുന്നു. ഷുഗ പറയായിരുന്നു. ആറമ്മക്കൊക്കെയായിരുന്നു ഷുഗ കൂടെ. എപ്പോഴാ മാരേജൊക്കെ? എനിക്കൊന്നും പിടിച്ചാൽ മതി കിട്ടിയിട്ടില്ല. ഷുഗ പറയായിരുന്നു. ആറമ്മക്ക് മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ആറമ്മൻ്റെ വൈഫ് എൻ്റെ കൂടെ പറഞ്ഞ ലവ് മാരേജാണ്. അങ്ങനായിട്ട് ശരി, ഓക്കെ, അവർക്ക് മാരേജായി. ഷുഗറിൻ്റെ മമ്മി ഡാഡിയും ഉണ്ടായിരുന്നു. ഷുഗറിൻ്റെ മമ്മി ഡാഡി ഹീറോയിൻ്റെ മമ്മീനോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു. ഷുഗറിൻ്റെ മമ്മി പറഞ്ഞ ഇനിങ്ങളാണ് ലവ് മാരേജാണ് ചെയ്തത്. അങ്ങനെ ഷുഗറിൻ്റെ ഡാഡി പറഞ്ഞ റിച്ച് CEO ആണ്. അതുമാത്രമല്ല എൻ്റെ മാരേജ് വന്ന് അങ്ങനെയായിട്ട് ഷുഗറിൻ്റെ മമ്മിക്ക് ഹീറോയിൻ്റെ മമ്മീനോട് സംസാരിച്ച് ഹീറോയിനെ പിടിച്ചിരുന്നു. അങ്ങനെ മാരേജ് ചെയ്യിപ്പിക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ ഷുഗർ അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെൻറ്റ് പറഞ്ഞാൽ അത് വന്ന് വേണ്ട, ഡയറക്റ്റ് മാരേജ് വെക്കുക എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയി ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷുഗറിനെ കണ്ട് പിന്നെ ഹീറോയെ സൈറ്റ് അടിക്കും. ഷുഗറിനെ ഫസ്റ്റ് ടൈം കണ്ട് ഷുഗറിനെ ഹീറോയ്ക്ക് പിടിച്ചായിരുന്നു. സൈറ്റ് അടിച്ചാണ്. ഹീറോയിന് മമ്മിക്ക് മനസ്സിലായിരുന്നു. ശരി, ഓക്കെ, മാരേജ് വയ്ക്കാം. ആരോട് മാരേജ്? ഹീറോയി സൈറ്റ് അടിച്ചോണ്ടിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പം ഹീറോയ്ക്ക് മാരേജ്. ഹീറോയ്ക്ക് ഷോക്ക. എൻ്റെ മമ്മി പറയുന്ന മാരേജാ? മാരേജ് വേണ്ട പറയണ്ട അമ്മ, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ മാരേജ് മണ്ടോത്ത് നിൽക്കുക, ഇല്ല വാങ്ങി വേണേൽ ആക്ടിങ് ചെയ്യുക എന്ന് ഹീറോ പറയായിരുന്നു. ശരി ഡീ, എനിക്ക് ഇഷ്ടം മതി ചെക്കനെ അങ്ങനെ കുറിച്ച് ഹീറോ ടെൻഷനായിട്ട് വന്നിരിക്കുമായിരുന്നു. എല്ലാവരും സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്നതിന് ഹീറോയ്ക്ക് ഇപ്പം എന്ത് ചെയ്യുക ഒന്നും ഇത് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നു. അങ്ങനെ ഷുഗർ സംസാരിച്ചായിരുന്നു. ഹീറോയിൻ നോക്കായിരുന്നു ഷുഗറിനെ. ഷോക്ക് കണക്കാതിരുന്നായിരുന്നു. അങ്ങനെ താലി കെട്ടട്ട എന്ന് ഷുഗർ വയ്ക്കുമ്പോൾ ഓക്കെ എന്നായിരുന്നു. മേഡം ചടങ്ങ് മാരേജ് നടത്തിയായിരുന്നു. പിന്നെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പിന്നെ കൊറിയർ സൈസ് മാരേജ് കഴിഞ്ഞ് ഷുഗർ കൂടെ ഹീറോയിൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഷുഗർ ഷോപ്പിംഗ് പറയാൻ ഹീറോയിൻ കൂടെ ജോലിയായിട്ട് ഷോപ്പിംഗ് ചെയ്യൂ.
അതുമാത്രമല്ല ഹീറോയിൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. അതുമാത്രമല്ല ഹീറോയിൻ പറഞ്ഞ റിച്ച് ഗേൾ, അതുമാത്രമല്ല CEO ആണ്. കമ്പനി ഷുഗർ പറയായിരുന്നു, ഷുഗറിൻ്റെ ഒരു കമ്പനി ഹീറോയിൻ റൺ ചെയ്യുക. ഹോസ്പിറ്റൽ ഷുഗർക്ക് ഭയങ്കര ഷുഗർ പറഞ്ഞ ഷുഗർ ഇല്ല, ഹീറോയിൻ റൺ ചെയ്യാണ്. ഇപ്പോൾ ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പ്രഗ്നൻ്റായി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 4 ബേബി ഉണ്ട് പറയായിരുന്നു. ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. 2 ബോയ് 2 ഗേൾസാണ്. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഷുഗർ പറയായിരുന്നു. അങ്ങനെ ബേബീസൊക്കെ ഇപ്പോൾ കുറേ ഡേയ്സ് പോയി. ഇപ്പോൾ ബേബീസൊക്കെ 6 വയസ്സായി. മമ്മി എന്താടാ പറയുന്നു, സ്കൂൾക്ക് പോകണോ, ലേറ്റായി, ബായ് മോം എന്ന് പറഞ്ഞ് ബേബീസ് 4 ബേബീസ് ഹീറോയിനെ കണത്ത് കിസ് അടിച്ച് 4 ബേബീസ് ഓടിപ്പോയിരുന്നു. ഹീറോയി ചിരിക്കായിരുന്നു. അതായത് അതെ ബേബീസ് പറഞ്ഞ 2 ബേബീസ് ഷുഗർ മാതിരിയുണ്ട്. അതെ 2 ബേബി ഷുഗർ മാതി, അതെ 2 ബോയ് ബേബി ഷുഗർ മാതിരി, ഒരു ഗേൾ ബേബി ഷുഗർ മാതിരി, പിന്നെ ഒരു ഗേൾ ബേബി ഹീറോയിൻ മാതിരിയുള്ളത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ ഉറക്കായിരുന്നു. ഒരു ഡാഡിമാർ ഉച്ച വെച്ചിട്ടുണ്ട്. ഷുഗർ ശരിക്കായിരുന്നു. ഹീറോയിൻ ഉറക്കായിരുന്നു. ഷുഗർ സമാധാനമാക്കായിരുന്നു. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഷുഗർ പറഞ്ഞ ഹോസ്പിറ്റൽ ഓഫീസ് നന്നായിട്ട് നോക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഇന്ത്യയിലെ ഒരു ഫങ്ഷൻ ആയിരുന്നു. എല്ലാവരും അങ്ങനായിട്ട് ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഇന്ത്യയിലാണ് ഇത് ഫങ്ഷനായിരുന്നു. അങ്ങനായിട്ട് വന്നായിരുന്നു. ജിമ്മിന് പറയായിരുന്നു, ഷുഗർ കൂടെ ജിമ്മിന് പറയായിരുന്നു, ചേട്ടാ അത് എന്ന് പറയായിരുന്നു. ജിമ്മിന് നോക്കി ഷുഗർ മുറക്കായിരുന്നു. ജിമ്മിന് പറയുന്നു, എന്താ ചേട്ടാ ഇങ്ങനെ മുറക്കി തന്നെ. ജിമ്മിന് പിന്നെ ഷുഗറിൻ്റെ അനിയനാണ്. ജിമ്മിന് പറയും ശരി ഓക്കെ എന്ന് പറയാം. വിയും കൂടെ വന്നത് ജിമ്മിൻ്റെ ഫ്രണ്ട്സാണ് വി. പിന്നെ ജങ്കുക്കും വന്നിട്ടുണ്ട്. ജങ്കു ജൂനിയർ. നന്നായിട്ട് രണ്ടുപേരും വിക്കും ജിമ്മിനിക്കും ഒരേ ഏജ്. ജങ്കു കടക്കുട്ടിയാണ്, സ്കൂളിൽ കോളേജ് പഠിക്കാണ്, ജൂനിയറാണ്. അതെല്ലാവരും ഇന്ത്യക്ക് വന്നായിരുന്നു. അപ്പോൾ ഒരു ജിമ്മിന് യഥാർത്ഥം നോക്കും ഒരു തട്ട് ചെയ്ത് വിയാൻ പോയെന്ന് ഹീറോയിൻ്റെ അനിയത്തിയായിരുന്നു. അങ്ങനെ പിടിച്ചായിരുന്നു. അങ്ങനെ ജിമ്മിനിക്ക് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലാവൂ അതായിരുന്നു. സോറി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ജിമ്മിനൊക്കെ ലവ് എന്നായിരുന്നു. ജിമ്മിൻ നോക്കി റോട്ട് വിടാൻ തുടങ്ങി. ഹീറോയിൻ മമ്മിക്ക് മനസ്സിലായി, ഓഹോ കഥകളാണ് നടക്കുന്നത്. ജിമ്മിന് പറയായിരുന്നു. അതായിട്ട് ഫങ്ഷനെല്ലാം കഴിഞ്ഞു. പിന്നെ ജിമ്മിനിക്ക് ഹീറോയിൻ്റെ അനിയത്തിക്ക് എൻഗേജ്മെൻറ്റ് നടന്നായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു.